84-ാം AICC സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി തീരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 1700ഓളം നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. ചിട്ടയായ പ്രവർത്തനം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമാണ് ഇത്തവണത്തെ സമ്മേളനം. കേരളത്തിൽ നിന്ന് ആകെ 61 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. DCC ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇന്ന് നടക്കും. വഖഫ് നിയമം, മതപരിവർത്തന നിരോധന നിയമം, വിദേശനയം തുടങ്ങിയ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം ഇന്ന് സമ്മേളനത്തിൽ പാസാക്കും. കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രമേയങ്ങൾ ഇന്നലെ AICCയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. മോദി സർക്കാർ തുടർന്നുവരുന്ന നയങ്ങൾ രാജ്യത്തെ പിന്നോട്ട് നയിക്കുമെന്ന് വിശാല പ്രവർത്തക സമിതിയിൽ അറിയിച്ചു. 1994 മുതൽ അധികാരത്തിൽ നിന്നും പുറത്തുനിൽക്കുന്ന ഗുജറാത്തിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പ്രമേയവും പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഔന്നത്യം ഉയർത്തിക്കാട്ടുന്ന പ്രത്യേക പ്രമേയവും അവതരിപ്പിച്ചു. ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേൽ നിരോധിച്ചതിനെക്കുറിച്ചും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.